നമുക്കിന്ന് ഒരു DC മോട്ടോർ എങ്ങനെ അറ്റ്മേഗ 32 മൈക്രോ കൺട്രോളറുമായി ഇൻ്റർഫേസ് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് സർക്യൂട്ട് വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ സർക്യൂട്ട് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോഗ്രാം ചെയ്യാം. പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി അറ്റ്മൽ സ്റ്റുഡിയോ 7 ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇവിടെ അറ്റ്മേഗ 32 വേണം നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കാൻ. ഇവിടെ അറ്റ്മേഗ 32 സെർച്ച് ചെയ്യുന്നു. 32 സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള വിൻഡോ വന്നു. ഔട്ട്പുട്ട് വിൻഡോയൊക്കെ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പം നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഈ ഒരു കോഡ്, ഈ സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
ആരെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യാവോ? കാണാം സർ. കാണാം. ഓക്കെ, ഈ വ്യക്തമായിട്ട് കാണാമല്ലോ അല്ലേ ടൈപ്പ് ചെയ്യുന്നതൊക്കെ? ഏ വലുതാക്കാം. ആയിക്കോട്ടെ. ഇപ്പോഴോ? മതിയോ? അതോ ഇച്ചിരി കൂടെ വലുതാക്കണോ? കുറച്ചും കൂടെ വലുതാക്കിയിട്ടേക്കാം, അല്ലെ പിന്നെ മനസ്സിലായില്ല. 16, 18. ഇപ്പോഴെങ്ങനെയുണ്ട്? ഓക്കെ. നമുക്കെന്നാ ഇതിൻ്റെ പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു സർക്യൂട്ടിലേക്ക് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും, നമുക്ക് 2 ഇൻപുട്ടുണ്ട്. ആ ഇൻപുട്ട് പിൻ എന്ന് പറഞ്ഞാൽ PA1ഉം PA5ഉം ആണ്. അപ്പം നമുക്കതിനെ ഈ 2 പിന്നിനെയും നമുക്ക് ആദ്യം ഇൻപുട്ട് പിന്നുകളാക്കി മാറ്റണം. എന്ത് ഇൻപുട്ട് പിന്നാക്കി മാറ്റണം? അത് ഇൻറ്റേർണൽ പുള്ളപ്പ് ഹൈ ആയിട്ടുള്ള ഇൻപുട്ട് പിന്നുകളാക്കി മാറ്റണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 2 ഇൻപുട്ട് പിന്നുകളുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? DDRA. ഇവിടെ DDRA ആണ് പോർട്ട് എയുമായി ബന്ധപ്പെട്ട ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ DDRAയിലെ കറസ്പോണ്ടിങ് ബിറ്റുകളെ നമ്മൾ 0 ആക്കണം. 0 ആക്കുമ്പോൾ അത് ഇൻപുട്ടാണ്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ എഴുതാം, DDRA. ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഴുതേണ്ട ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ: == കോംപ്ലിമെൻറ്റ് ഓഫ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, == കോംപ്ലിമെൻറ്റ് ഓഫ്. ഇത് ഒന്ന് കാണാതെ പഠിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. == കോംപ്ലിമെൻറ്റ് ഓഫ്. പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് ഏതാണോ ക്ലിയർ ചെയ്യേണ്ടത് അതിനെ ഷിഫ്റ്റ് വെച്ച് എഴുതണം. അപ്പം ഇവിടെ 2 എണ്ണം ഉള്ളത് കൊണ്ട് നമുക്കത് 2 ആയിട്ട് തന്നെ ഇവിടെ എഴുതാം. അപ്പം ഞാനിവിടെ അതിൻ്റെ ഉള്ളിൽ ഒരു ബ്രാക്കറ്റും കൂടെ ഇട്ടു. അപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ബ്രാക്കറ്റും കൂടെ ഉണ്ട്. ഇതിൽ ഞാൻ 1 ലെഫ്റ്റ് ഷിഫ്റ്റ് നമ്മുടെ ആദ്യത്തെ സ്വിച്ച് ഏതാ? PA1. ആ PA1 എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്നു. PA1 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PA1. അപ്പോൾ അത് 0 ആകും. അതിനുശേഷം ഈ ഒരു ലൈനിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ പിന്നും നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഓർ കൊടുത്താൽ മതി. ഈ ഓർ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായായിരുന്നല്ലോ. അതും കൂടെ കാണിക്കാം, വെർച്വൽ കീബോർഡും കൂടെ കാണിച്ചേക്കാം. ഓക്കെ, ഇതിലെ ഈ ഒരു സിമ്പലാണ് ഇത്. ഇവിടെ ഈ എൻ്റർ കീയുടെ അടുത്ത് കിടക്കുന്ന ഇവിടെ നമ്മൾ ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ ലൈൻ കിട്ടും. ഇതാണ് ഓർ എന്ന് പറയുന്നത്. ബിറ്റ് വൈസ് ഓർ ആണത്. ആ ഓറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത് നമ്മളിവിടെ പ്രസ് ചെയ്ത് ആ ഓർ സിമ്പിൾ ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് PA5 എന്ന് പറയുന്ന ആ ഇതാണല്ലോ, അതിൻ്റെ ഇത് നമ്മളിവിടെ എഴുതി കൊടുക്കുക, PA5. ഓക്കെ, ഇപ്പം നമുക്കിവിടെ PA1 ഉണ്ട്, PA5 ഉണ്ട്. ഇത് രണ്ടിനെയും കൂടെ, ഈ 2 പിന്നിനെയും കൂടെ ഒരുമിച്ച് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഒരെണ്ണം മാത്രമേ ഉണ്ടെങ്കിൽ ഇത് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ 2 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓർ ഓപ്പറേറ്റർ ഇതിൻ്റെ സെൻറ്ററിൽ വരും. ഈ ഓർ ഓപ്പറേറ്റർ ഇട്ടിട്ട് വേണം നമ്മൾ എഴുതി കൊടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുക്കുന്നു, നമ്മളിവിടെ സെമിക്കോളൺ അടിക്കുന്നു. അപ്പം എന്ത് സംഭവിക്കും? ഇത് രണ്ടും 0 ആവും. DDRAയിലെ PA1ഉം PA5ഉം 0 ആവും. അങ്ങനെ 0 ആക്കിയാൽ എന്താ സംഭവിക്കുക? ആ 2 പിന്നും ഇൻപുട്ട് പിന്നുകളായിട്ട് മാറും. ഓക്കെ, അത് നമുക്ക് വേണമെന്ന് കമൻറ്റ് ചെയ്തേക്കാം. PA1 PA5 becomes input pin. Input.
ഇൻപുട്ട്. PA1ഉം PA5ഉം ഇൻപുട്ട് പിന്നായിട്ട് മാറുന്നു. ഇനി നമുക്ക് ആ പിന്ന് ഇൻറ്റേർണൽ പുള്ളപ്പ് എനേബിൾഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻറ്റേർണൽ പുള്ളപ്പ് എനേബിൾ ചെയ്യാം. അതിനായിട്ട് പോർട്ട് എ എന്ന് പറയുന്ന രജിസ്റ്ററിലെ PA1ഉം PA5ഉം ബിറ്റുകൾ നമ്മൾ ഹൈ ആക്കണം. ഹൈ ആക്കണമെന്നുണ്ടെങ്കിൽ ഓർ ഈക്വൽ ടു എന്നാണ് എഴുതേണ്ടത്. ഇങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ PA1 ഓർ PA5 എന്ന് കൊടുത്താൽ മതി. ഓർ 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PA5 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റേർണൽ പുള്ളപ്പ് രണ്ട് പിന്നും കൂടെ സെറ്റാകുക ചെയ്യുക. PA1ഉം PA5ഉം സെറ്റാകും. എന്നിട്ടത് ഈ പോർട്ട് എയിലെ PA1 PA5 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് ബിറ്റും സെറ്റാവും. സെറ്റായി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇൻറ്റേർണൽ പുള്ളപ്പ് എനേബിൾ ആവും. 1 PA5 ഇൻറ്റേർണൽ പുള്ളപ്സ് എനേബിൾഡ്. ഓക്കെ, ഇത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ വഴി നമുക്ക് ആ രണ്ട് പിന്നിനെയും കൂടെ ഒരുമിച്ച് ഹൈ ആക്കാൻ പറ്റും. ഈ പോർട്ട് എ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ വഴി ആംപർസെൻറ്റ് ഈക്വൽ ടു കോംപ്ലിമെൻറ്റ് ഓഫ് ആ ഇൻസ്ട്രക്ഷൻ വഴി നമുക്ക് ക്ലിയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ ആ കാര്യമൊന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ ഇൻപുട്ട് പിന്നിനെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഔട്ട്പുട്ട് പിന്നാണ്. ഔട്ട്പുട്ട് പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്? ഈ PD0യിലേക്കും PD2യിലേക്കുമാണ് നമ്മൾ ഔട്ട്പുട്ട് പിന്ന് കൊടുത്തിരിക്കുക. ഔട്ട്പുട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്ററിലെ കറസ്പോണ്ടിങ് ബിറ്റുകളെ നമ്മൾ ഹൈ ആക്കണം. അപ്പോൾ അത് ഹൈ ആക്കുന്നതിന് എന്ത് ചെയ്യണം? DDRD ഓർ ഈക്വൽ ടു ഹൈ ആക്കാനാണ്. അതുകൊണ്ട് ഓർ ഈക്വൽ ടു പോർട്ട് ഡിയിലെ ബിറ്റാണ്. അതുകൊണ്ട് 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PD0 ഓർ ബ്രാക്കറ്റിനുള്ളിൽ വീണ്ടും 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PD2. ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിയുമ്പം എന്താ സംഭവിക്കുക? ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്ററിലെ PD0 PD2 ബിറ്റുകൾ ഹൈ ആവും. ഹൈ ആകുക എന്ന് പറഞ്ഞാൽ ആ പിന്നുകൾ ഔട്ട്പുട്ട് പിന്നുകളായിട്ട് മാറും. അപ്പോൾ അത് നമുക്കിവിടെ എഴുതി വെക്കാം. PD0 PD2 becomes outputs. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ഇൻസ്ട്രക്ഷൻ കൊണ്ട്, ഈ 3 ലൈനുകൾ കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഇങ്ങനെയാണ് ആംപർസെൻറ്റ് ഈക്വൽ ടു കോംപ്ലിമെൻറ്റ് ഓഫ് എന്ന് വെച്ചാണ് ക്ലിയർ ചെയ്യുന്നത്. ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഹൈ ആക്കുന്നത് അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പം നമ്മളുടെ ഒരു ഇനീഷ്യൽ സെറ്റപ്പായി. നമ്മൾ PA1 PA5 ബട്ടൺ സ്വിച്ചസ് പിടിപ്പിച്ചിരിക്കുന്ന പിന്നുകളെ നമ്മൾ ഇൻപുട്ട് പിന്നുകളാക്കി. അതുകൂടാതെ നമ്മുടെ മോട്ടോർ പിടിപ്പിച്ചിരിക്കുന്ന പിന്നുകളെ, മോട്ടോറിനെ കൺട്രോൾ ചെയ്യുന്ന ആ പിന്നുകളെ നമ്മൾ ഔട്ട്പുട്ട് പിന്നുകളുമാക്കി മാറ്റി. ഇനി നമ്മളുടെ ആവശ്യം എന്താ? നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഈ ഒരു സർക്യൂട്ടിലേക്ക് നോക്കിയാൽ സ്വിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സ്വിച്ചിൽ പ്രസ് ചെയ്താൽ ഒരു ഡയറക്ഷനിൽ കറങ്ങണം. ഈ സ്വിച്ചിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിവേഴ്സായിട്ട് കറങ്ങണം. ആ രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് സ്വിച്ച് പ്രസ് ചെയ്തിരിക്കുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. ഇഫ് സ്വിച്ച് എന്ന് പറയുന്നത് പോർട്ട് എയിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. പോർട്ട് എയിലെ ഇൻപുട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇൻപുട്ട് രജിസ്റ്റർ ഉണ്ട്. ആ ഇൻപുട്ട് നമ്മൾ റീഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന രജിസ്റ്ററിൻ്റെ പേരാണ് പിൻ എ. അപ്പോൾ പിൻ എയിലെ കറസ്പോണ്ടിങ് ബിറ്റ്
ഇവിടെ 0 ആയിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പം ഇവിടെ പിന്നെ ആംബർസെൻ്റ് ആ ബിറ്റ് ഏതാണോ അതെന്ന് പറഞ്ഞാൽ 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PA1 ഇങ്ങനെ എഴുതുമ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ PA1 എന്ന് പറയുന്ന ബിറ്റ് ഹൈ ആയാൽ എന്ന മീനിങ് ആണ് കിട്ടുക. ഓക്കെ, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്യൂട്ടിൽ നോക്കിയാൽ ഇത് ഗ്രൗണ്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇത് ഹൈ ആയിരിക്കും. അപ്പോൾ സ്വിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു 0 ആണ് വരേണ്ടത്. അങ്ങനെ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ ഈ ഇൻസ്ട്രക്ഷനെ, ഇപ്പം ഹൈ ആയാൽ എന്നുള്ള ഈ ഇൻസ്ട്രക്ഷനെ നമ്മൾ ഒരു ബ്രാക്കറ്റിൽ ഇടുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് 2-3 ബ്രാക്കറ്റുകൾ വരുന്നുണ്ട്. ഇവിടെ പുറത്ത് ഒരു നോട്ട് ഇവിടെ ഇടുന്നു, ഈ ആശ്ചര്യ ചിഹ്നം എന്ന് പറയുന്നത് നമ്മുടെ കീപാഡിൽ ഒന്നാമത്തെ ഇതാണ്. 1 പ്രസ് ചെയ്യുന്ന 1 നമ്പർ പാഡ് ഉണ്ടല്ലോ, മുകളിലെ നമ്പർ പാഡിൽ അതിൽ ഒന്നാമത്തെ, അതിനെ ഷിഫ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ആശ്ചര്യ ചിഹ്നം കിട്ടും. അപ്പോൾ അതാണ് നോട്ട് ഓപ്പറേറ്റർ. സി പ്രോഗ്രാമിൽ ചെയ്യുമ്പോൾ അതിലെ നോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നതാണ് ഈ ചിഹ്നം. അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇപ്പോൾ എന്താണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ മീനിങ് എന്ന് പറയുന്നത്? ഈ PA1 എന്ന് പറയുന്ന ആ പിന്ന്, ഈ PA1 എന്ന് പറയുന്ന ഈ പിന്ന് ലോ ആയാൽ അല്ലെങ്കിൽ 0 ആയാൽ എന്നുള്ള അർത്ഥമാണ് അതിനുണ്ടാവുക. ഓക്കെ, അപ്പം നമുക്കിവിടെ അത് എഴുതി വെക്കാം. ഇഫ് PA1 becomes 0 അല്ലെ ലോ, 0 ഓർ ലോ, ഇങ്ങനെ നമുക്ക് പറയാം. ഇത് 0 ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ആ PA1 കൊടുത്തിരിക്കുന്നത് സ്വിച്ച് പ്രസ് ചെയ്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മോട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കേണ്ട പിന്ന് നമുക്ക് ഓണാക്കാം. അപ്പോൾ ഓണാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നമുക്ക് ഈ ഔട്ട് 1 എന്ന് പറയുന്നത് നമ്മളിവിടെ ഓണാക്കി കൊടുക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PD0 എന്ന് പറയുന്ന ഈ പിന്ന് നമ്മളിവിടെ ഹൈ ആക്കിയാൽ, IN1 ഹൈ ആക്കിയാൽ ഔട്ട് 1 ഹൈ ആവും. അപ്പം മോട്ടോറിലൂടെ ഇങ്ങനെ കറണ്ട് ഒഴുകും. ഓക്കെ, അപ്പം നമ്മളിവിടെ IN1 എന്ന് പറയുന്ന ഈ പിന്ന് നമ്മളിവിടെ ഹൈ ആക്കി കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ PD0 നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ PD0 സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പോർട്ട് D, അതാണ് നമ്മുടെ ഔട്ട്പുട്ട് രജിസ്റ്റർ. DDRD എന്ന് പറയുന്നത് ഡാറ്റ ഡയറക്ഷൻ രജിസ്റ്ററാണ്. പിന്നെ എന്ന് പറയുന്നത് ഇൻപുട്ട് രജിസ്റ്ററാണ്. പിൻ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് രജിസ്റ്റേഴ്സ് ആണ്. പോർട്ട് എന്ന് പറയുന്ന രജിസ്റ്റേഴ്സ് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ പോർട്ട് ഡിയിലെ PD0 എന്ന് പറയുന്ന ബിറ്റ് നമ്മൾ ഹൈ ആകുന്നതായിട്ട് നമ്മളിവിടെ എഴുതുന്നു. പോർട്ട് ഡി ഓർ ഈക്വൽ ടു 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PD0. അപ്പോൾ എന്ത് സംഭവിക്കും? പോർട്ട് ഡിയിലെ ഔട്ട്പുട്ട് രജിസ്റ്ററാണ് പോർട്ട് ഡി. ആ പോർട്ട് ഡിയിലെ PD0 എന്ന് പറയുന്ന ബിറ്റ് നമ്മൾ ഹൈ ആക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ ആ PD0 എന്ന് പറയുന്ന പിന്നാണ് അപ്പോൾ അവിടെ ഹൈ ആവുക. ഓക്കെ, അപ്പം PD0 becomes high. ഓക്കെ, PD0 ഹൈ ആകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? മോട്ടോർ ഓൺ ആകുകയാണ് അവിടെ ചെയ്യുക. അത് ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട, നമുക്കത് ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാവും. പക്ഷേ ഇതിവിടെ ചെയ്യുന്ന അതേ സമയം തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിൻ്റെ രണ്ടാമത്തെ പിൻ, ഇപ്പോൾ രണ്ടാമത്തെ പിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ PD2 ആണ്. ഈ PD2 എന്ന് പറയുന്ന പിന്നിലേക്കാണല്ലോ നമ്മൾ എൻ്റെ രണ്ടാമത്തെ പിൻ IN2 എന്ന് പറയുന്ന ആ പിന്നുമാണ്. അത് ക്ലിയർ ചെയ്യുകയും കൂടെ വേണം. ഓക്കെ, അത് ക്ലിയർ ചെയ്യാനുള്ള പ്രോഗ്രാമും നമ്മളിവിടെ താഴെ എഴുതി കൊടുക്കാം. അപ്പോൾ പോർട്ട് ഡി ആംബ്രസെൻ്റ് ഈക്വൽ ടു കോംപ്ലിമെൻ്റ് ഓഫ് 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PD2 ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് ഓണാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്.
ഇപ്പോൾ PA1 എന്ന് പറയുന്ന ആ സ്വിച്ചിലാണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ, അല്ല PA1 എന്ന് പറയുന്ന ആ പിന്നിൽ കൊടുത്തിരിക്കുന്ന ബട്ടൺ സ്വിച്ചിലാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ സംഭവിക്കേണ്ടത് ഇതാണ്: PD0 എന്ന് പറയുന്ന ആ പിന്ന് ഹൈ ആകുകയും PD2 എന്ന് പറയുന്ന ആ പിന്ന് ലോ ആകുകയും ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ മോട്ടോർ ഒരു ഡയറക്ഷനിലേക്ക് കറങ്ങുന്ന അനുഭവം ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു രണ്ട് പിന്നും കൂടെ ഒരുമിച്ച് ഹൈ ആക്കി വെച്ചാൽ എന്താ സംഭവിക്കുക? ഒരു ഡയറക്ഷനിലേക്കും കറണ്ട് ഒഴുകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണമല്ലോ. ഡിഫറൻസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടായാൽ കറണ്ട് ഒഴുകില്ല. അപ്പോൾ അങ്ങനെ രണ്ട് പിന്നും കൂടെ നമ്മൾ ഹൈ ആക്കി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പിന്ന് വേണം എപ്പോഴും ഹൈ ആക്കി വെക്കാൻ. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെ നമ്മൾ അതിനെ ഒന്ന് ക്ലിയർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതല്ല സ്റ്റേറ്റ്, രണ്ടാമത്തെ പിന്നാണ് ചെയ്തതെങ്കിലോ നമ്മളിവിടെ ഒരു എൽസ് ഇട്ട് കൊടുക്കുന്നു. എൽസ് ഈഫ് രണ്ടാമത്തെ പിന്നേലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ PA1 പകരം PA5 എന്ന് പറയുന്ന ഈ പിന്നിലേക്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതാണോ പ്രസ് ചെയ്തിരിക്കുന്നത്, ഏതാണ് പ്രസ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ ആവശ്യം ഉണ്ടാവും. അത് നമ്മൾ ആദ്യമേ തന്നെ അങ്ങ് കൊടുക്കുന്നു. അപ്പോൾ ഇതിനുള്ളിൽ വേണം, ഈ ഒരു ബ്രാക്കറ്റിനുള്ളിൽ വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കാനായിട്ട്. എന്താണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്? ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ എന്ന് പറയുന്നതിലെ കണ്ടീഷൻ എന്താണ്? പിൻ എയിൽ ആംപർസെൻ്റ് ബ്രാക്കറ്റിനുള്ളിൽ 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PA5. ഓക്കെ, ഇപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താ? പിന്നെ എന്ന് പറയുന്ന ആ രജിസ്റ്ററിലെ PA5 എന്ന് പറയുന്ന ആ പിന്ന് പ്രസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ആ ഒരു കാര്യമാണ് ഇവിടെ നോക്കുന്നത്. ആ PA5 എന്ന് പറയുന്ന ആ പിന്ന് ക്ലിയർ ആണോ? ഇവിടെ നോട്ട് ഇട്ടേക്കുന്നത് കൊണ്ടാണ് ക്ലിയർ ആണോ എന്ന മീനിങ് വരുന്നത്. അതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് നോക്കും, PA1 പ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അത് പ്രസ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ വീണ്ടും PA5 ആണോ പ്രസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കും. PA5 ആണ് പ്രസ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അടിയിൽ നമ്മൾ ഇത് നമ്മൾ തിരിച്ചെഴുതി കൊടുക്കണം. അപ്പം ഇവിടെ പോർട്ട് ഡി ഓർ ഈക്വൽ ടു ഇവിടെ സെറ്റാകുന്ന ഏതാണ്? PD2 എന്ന് പറയുന്ന പിന്നായിരിക്കണം. ഡയറക്ഷൻ മാറ്റുമല്ലേ, 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PD2. ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. ഇനി അപ്പോൾ ഇവിടെ നമ്മൾ വേറെ ഒരു കാര്യം കൂടെ ചെയ്തിരിക്കണം. നമ്മൾ ആ PD0 എന്ന് പറയുന്ന പിന്നിനെ നമ്മളൊന്ന് ക്ലിയർ ചെയ്യുകയും ചെയ്തിരിക്കണം. അവിടെ പോർട്ട് ഡി അവിടെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആംപർസെൻ്റ് ഈക്വൽ ടു കോംപ്ലിമെൻ്റ് ഓഫ് എന്താ എഴുതണ്ടേ? 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PD0 ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഓർ ഈക്വൽ ടു ആംപർസെൻ്റ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ PD0യെ നമ്മൾ ക്ലിയർ ചെയ്തു, PD2നെ നമ്മൾ സെറ്റ് ചെയ്തു. മുകളിൽ എന്തായിരുന്നു? PD0നെയാണ് സെറ്റ് ചെയ്ത്, PD2നെയാണ് ക്ലിയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ മാറും. ഒരെണ്ണം ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഇനി ഈ രണ്ട് കണ്ടീഷനും അല്ലാതെ മറ്റെന്ത് കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇത് രണ്ടും നമുക്ക് ക്ലിയർ ചെയ്ത് വെക്കാം. എൽസ് എന്ന് പറയുന്ന ആ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ PD0നെ ക്ലിയർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഇവിടെയുണ്ട്. ഇത് ഇവിടെ നിന്ന് Ctrl+C അടിക്കുന്നു, കോപ്പി ചെയ്യുന്നു, Ctrl+V അടിക്കുന്നു. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ ഇവിടെ വന്നു. ഇനി PD2നെ ക്ലിയർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഇവിടെയുണ്ട്. അത് ഞാൻ കോപ്പി ചെയ്യുന്നു, താഴെ കൊണ്ടുവരുന്നു, ഇവിടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് ക്ലിയറായി. ഇപ്പം ഇതാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏത് പിന്നാണോ നമ്മൾ പ്രസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഡയറക്ഷൻ മാറും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ ബിൽഡ് ചെയ്യാം. F7 പ്രസ് ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാം ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, എററൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വരും, 1 സക്സീഡഡ് എന്നും പറഞ്ഞ്. ഇനി എറർ ഉള്ള ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ എന്താ പറയുക സെമികോളൻ ഒഴിവാക്കി. ഇപ്പോൾ വീണ്ടും F7 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ബിൽഡ് ഫെയിൽഡ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വരിക. ബിൽഡ് ഫെയിൽഡ്, ഒരെണ്ണം ഫെയിലായി എന്നും പറഞ്ഞു. കൂടാതെ ഒരു എറർ ലിസ്റ്റ്
കൂടെ ഇവിടെ വരും. ഇവിടെ കണ്ടേ എക്സ്പെക്റ്റഡ് സെമിക്കോളൻ ബിഫോർ കേർലി ബ്രാക്കറ്റ് ടോക്കൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മെസ്സേജും ഒക്കെ വരും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കൾസർ എന്ന് പറയുന്നത് ഏതാണ്ട് അതിനടുത്തോട്ട് പോയിരിക്കും. ഇതുകൊണ്ട് ഇപ്പം ഇതിവിടെയാണ് ഈ കേർലി ബ്രാക്കറ്റ് ഉള്ളത്. ഇതിനടുത്താണ് ഒരു എറർ വന്നിരിക്കുന്നത് എന്ന് നമുക്കിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കൾസർ ഇവിടെ വന്നിരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഇൻസ്ട്രക്ഷനിലാണ് തെറ്റുള്ളത്. കാരണം എന്താ, ഇവിടെ ഒരു സെമിക്കോളൻ ഇട്ടിട്ടില്ല. ആ സെമിക്കോളൻ നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനവിടെ അത് ഇട്ട് കൊടുത്തു. വീണ്ടും F7 അടിക്കുന്നു. ഇതാ നമുക്കിവിടെ സക്സീഡ് ആണെന്ന് വീണ്ടും വന്നു. ഓക്കെ, ഈ വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇനി നമുക്ക് നമ്മളുടെ ആ എന്താ പറയുക എംബഡഡ് ലാബ് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡീബഗ് എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിൽ നമുക്കൊരു ഫയൽ കാണാം. ഹെക്സ് ഫയൽ വന്നിരിക്കുന്നതായിട്ട് കാണാം. ചിലപ്പോൾ നമ്മൾ മറ്റ് ചില സോഫ്റ്റ്വെയറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ ഈ ടൈപ്പ് എന്ന് പറയുന്നിടത്ത് ഹെക്സ് ഫയൽ എന്ന് തന്നെ വരത്തില്ല. ചിലപ്പോൾ വല്ല C ഒബ്ജക്റ്റ് ഫയൽ എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പേര് വന്നെന്നൊക്കെ ഇരിക്കും. അങ്ങനെ ഒരു സംശയം തോന്നിയാൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫയലും എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് നോക്കുക. അപ്പം എന്താണ് ഫയൽ, അതിൻ്റെ എക്സ്റ്റൻഷൻ എന്താണെന്ന് നമുക്കിവിടെ ഇങ്ങനെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിയുമ്പോൾ .hex എന്ന് പറഞ്ഞ് വരും. അപ്പോൾ .hex ഫയലാണ് നമ്മൾ ഈ മൈക്രോ കൺട്രോളറിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുന്നതും കൂടാതെ നമ്മൾ സിമുലേഷന് വേണ്ടി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സിമുലേറ്റ് ചെയ്യാം. സിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിതിൽ വേറെ ക്രിസ്റ്റൽ ഓസിലേറ്ററോ ഒന്നും കൊടുക്കുന്നില്ല. അത് അതിൻ്റെ ഡിഫോൾട്ട് ഫ്രീക്വൻസി വർക്ക് ചെയ്യുന്നതായിട്ട് കരുതിയാൽ മതി. അപ്പം ഞാനിവിടെ പ്രോഗ്രാം ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കോഡ് .hex എന്ന് പറയുന്ന ഒരു ഫയൽ വന്നിട്ടുണ്ട്. ഈ ഫയൽ സെലക്ട് ചെയ്യുന്നു, ഇവിടെ ഓപ്പൺ കൊടുക്കുന്നു. ഓക്കെ, അതിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ബാക്കി ഇവിടെ ക്ലോക്ക് എന്ന് പറയുന്നതൊന്നും ഞാൻ വേറെ ഒന്നും കൊടുക്കുന്നില്ല. അതിൻ്റെ 1 MHz ഇൻറ്റേർണൽ ക്ലോക്കിൽ വർക്ക് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പ്രോഗ്രാം ലോഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. സിമുലേഷൻ എനേബിൾ ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മളിപ്പം സിമുലേഷൻ ആയിട്ടുണ്ട്. അപ്പം ഇവിടെ എന്താ പറയുക, മോട്ടർ ഇപ്പം കറങ്ങുന്നില്ല, അത് നിശ്ചലമായിട്ട് നിൽക്കുന്നത് കാണാം. നമുക്ക് ഈ ഒരു സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഞാനിത് പ്രസ് ചെയ്ത് തന്നെ വെക്കുകയാണ്. ഇപ്പം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ മോട്ടർ ഒരു ഡയറക്ഷനിൽ ഇത് ഇങ്ങനെയാണ് കറങ്ങുന്നത്. അപ്പം നമ്മളിതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്ന അതേ ഡയറക്ഷനിലാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിട്ട് ഇതിങ്ങനെ കറങ്ങുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഇനി ഞാൻ ഈ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്തിട്ട് ഇത് ഓണാക്കുന്നു. ഇതിപ്പോൾ ഈ സ്വിച്ചിന് മുകളിൽ വെച്ച് നമ്മൾ പ്രസ് ചെയ്താൽ ഒരു തവണ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് ഓൺ ആകുകയുള്ളൂ. അതേസമയം ഈ സൈഡിലൊരു ചെറിയൊരു സിമ്പിൾ കൊടുത്തേക്കുന്നത് കാണാമല്ലോ, അവിടെ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്താൽ ഇത് പ്രസ് ചെയ്ത് തന്നെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പം ഞാനിതിവിടെ പ്രസ് ചെയ്ത് വെക്കുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിവേഴ്സ് ഡയറക്ഷനിലാണ് കറങ്ങുന്നതെന്ന് കാണാം. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കറങ്ങുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ആ പ്രോഗ്രാം എന്താണ് നമ്മൾ എഴുതി കൊടുത്തിരുന്നത്? നമ്മൾ എഴുതി കൊടുത്തിരുന്നത് ഇത് പ്രസ് ചെയ്താൽ ഒരു ഡയറക്ഷനിൽ കറങ്ങണം, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഡയറക്ഷനിൽ കറങ്ങണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കാരണം അവിടെ ഒരു കണ്ടീഷൻ ഇല്ല. കറങ്ങുന്നുണ്ടോ?
ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്ക് ഇത് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പം നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു ഇതും കൂടെ നമുക്കത് ഓഫ് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. അത് അവിടെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കോഡ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഇത് 0 ആണെങ്കിൽ എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും 1 ആകുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? അപ്പോൾ ഇത് 0 ആയിരിക്കണം, ഇത് 0 ആകുകയും വേണം, അതോടൊപ്പം തന്നെ മറ്റേത് 1 ആകുകയും കൂടെ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റൊരു രീതിയിലാണ് എഴുതേണ്ടത്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ 2% ഇടുക, 2%. അപ്പോൾ അത് ആണെങ്കിൽ, ഇത് രണ്ടും ആണെങ്കിൽ എന്ന ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക. അതിനുശേഷം ഈ ഒരു കോഡ് ഇത് എന്താ പറയുക, ഇത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഇതാണ്, ഇത് ക്ലിയർ ആണെങ്കിൽ എന്ന മീനിങ് വരും. ഓക്കെ, PA1 എന്ന് പറയുന്ന ആ പിന്ന് 0 ആണെങ്കിൽ ഇവിടെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ PA5 എന്ന് പറയുന്ന ആ പിന്ന് ഹൈ ആണെങ്കിൽ, ഇത് PA5 എന്ന് പറയുന്ന പിന്ന് ഹൈ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ആ ബട്ടൺ അവിടെ സ്വിച്ച് പ്രസ് ചെയ്തിട്ടില്ല എന്ന അർത്ഥം. അപ്പം ഈ PA1 ലോ ആകുകയും PA5 ഹൈ ആകുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ ഇങ്ങനെയായിരിക്കണം വരേണ്ടത് എന്ന് ഇവിടെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഇതിലും ചെറിയൊരു മാറ്റം വരുത്തുന്നു. നമ്മളിവിടെ ഒരു 2 ആൻഡ് ഇവിടെ ഈ 2 ആൻഡ് എന്ന് പറയുന്നത് ലോജിക്കാണ് നോക്കുന്നത്. ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ശരിയാണെങ്കിൽ എന്നൊരർത്ഥം. അതേസമയം 1% മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ നോക്കുന്നത് ബിറ്റ് വൈസ് ഉള്ള ഓപ്പറേഷനാണ്. ആ ബിറ്റ് വൈസ് ഉള്ള ഓപ്പറേഷനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തായാലും ലോജിക്കൽ ആൻഡ്, ഇപ്പം നമ്മൾ സാധാരണ ആൻഡ് ഗേറ്റ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ 2 ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രം അതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആകുക എന്ന രീതിയിലാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു കാര്യം. ഇപ്പം ലോജിക്കലായിട്ടാണ് നോക്കുന്നതെങ്കിൽ 2 ആൻഡ് കൊടുക്കണം. അതേസമയം ബിറ്റ് വൈസ് ആണ് നോക്കുന്നതെങ്കിൽ സിംഗിൾ ആമ്പർസെൻറ്റ് കൊടുക്കണം. ബിറ്റ് വൈസും ലോജിക്കൽ ആൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തായാലും ഇവിടെ ഇപ്പം നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷനും കൂടെ ഇവിടെ നമ്മളിങ്ങനെ കൊടുക്കുന്നു. ഇപ്പം ഇവിടെ നോക്കേണ്ടത് എന്താണ്? ഈ PA1 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനും കൂടെ ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം ഇവിടെ എന്താ സംഭവിക്കുക? PA5 0 ആയിരിക്കുകയും വേണം, PA1 ഹൈ ആകുകയും വേണം. ഈ ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ മാത്രം ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ ഒന്നും അല്ല വരുന്നെങ്കിൽ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും എന്ന രീതിയിലാണ് കോഡ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, ബിൽഡ് സക്സീഡായി. ഇപ്പം നമ്മൾ വീണ്ടും ഇതിലേക്ക് പ്രോഗ്രാം ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ആ ഹെക്സ് ഫയലിലേക്കുള്ള പാത്താണല്ലോ നമ്മൾ കൊടുത്തിരുന്നത് ആദ്യമേ തന്നെ. അത് ഇപ്പോൾ എഡിറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വീണ്ടും വേറെ നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. പുതിയ കോഡായിരിക്കും ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുക, ഹെക്സ് ഫയൽ. ഇത് നമ്മളിവിടെ വീണ്ടും ഇവിടെ പ്രസ് ചെയ്തു. നമ്മളിവിടെ സ്വിച്ച് പ്രസ് ചെയ്തു. ഇപ്പോൾ അവിടെ നമുക്ക് കറങ്ങുന്നത് കാണാം. ഇത് സ്വിച്ച് പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒരു ഡയറക്ഷനിൽ നമുക്കിത് കറങ്ങുന്നത് കാണാം. ഇത് ക്ലോസ് ചെയ്യുന്നു. ഇത് നമ്മൾ ഓണാക്കുന്നു. അപ്പോൾ അത് റിവേഴ്സ് ഡയറക്ഷനിൽ കറങ്ങുന്നത് നമുക്കിവിടെ കാണാം. റിവേഴ്സിൽ കറങ്ങുന്നു. ഇനി രണ്ടും കൂടെ ഓണാകുന്ന സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. രണ്ടും കൂടെ ഓണാക്കി എന്ത് സംഭവിക്കും? സംഭവം കറങ്ങാതെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് കറങ്ങാതായത്? കാരണം നമ്മുടെ കോഡ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിരുന്നത് എങ്ങനെയാണ്? ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് രണ്ടും 1 ആകുന്ന കണ്ടീഷനാണ്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം 1 ആകുകയും മറ്റേത് 0 ആകുകയും വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ കോഡ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത് ഓഫായിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ലോജിക്ക്, അതിൻ്റെ പിന്നിലുള്ള ആ ലോജിക്ക് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് നോക്കിയാൽ ഈ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് ഒന്നും കൂടെ ഞാനൊന്ന് പറയാം. ഇത് ഇത്രയും ഇൻസ്ട്രക്ഷൻ നോക്കുന്നത് PA1 എന്ന് പറയുന്ന ആ പിന്ന് 0 ആണോ എന്നാണ്. ഓക്കെ, ഈ ഇൻസ്ട്രക്ഷൻ നോക്കുന്നത് PA5 എന്ന് പറയുന്ന പിന്ന്
ഹൈ ആണോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമുക്ക് 2 സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് 2 സ്വിച്ചിൽ PA1 മാത്രമേ പ്രസ് ചെയ്തിട്ടുള്ളോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ആംപ്രസൻറ്റ് എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞു. നമ്മളെ ഒരു ലോജിക്കൽ തിങ്കിങ് എന്നൊക്കെ പറയില്ലേ, ലോജിക്കായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രം, ഇത് രണ്ടും ശരിയാണെങ്കിൽ മാത്രം എന്നുള്ള അർത്ഥമാണ് ഇത്. ഈ അതിനുള്ളിൽ 2 ലോജിക്കൽ ആംപ്രസൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് രണ്ടും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിരിക്കുന്നത്, ഇത് രണ്ടും ശരിയാണെങ്കിൽ മാത്രം ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ താഴോട്ട് വരും, വീണ്ടും നോക്കും, ഇവിടെ PA5 0യും PA1 ഹൈയും ആണോ. ഇത് രണ്ടും ശരിയാണെങ്കിൽ എന്തൊക്കെയാണ്, PA5 0യും ആയിരിക്കണം, PA1 ഹൈയും ആയിരിക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. അവിടെ PD2 ഹൈ ആക്കും എന്നുള്ള രീതിയിലാണ്. ഇങ്ങനെ ഈ 2 കണ്ടീഷനും വന്നില്ല എങ്കിൽ ഈ ഒരു ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് പേപ്പറിലേക്ക് ഒന്ന് എഴുതി നോക്കണം, എങ്ങനെ ഇത് വരുന്നതെന്നുള്ളത്. കഴിയുന്നവരൊക്കെ ഇത് കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കുകയും ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ആകുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ ഇൻസ്ട്രക്ഷൻ ഒന്ന് പരിഗണിക്കാം. പോർട്ട് എ, ഈ ഇൻസ്ട്രക്ഷനെ കുറിച്ച് ഇതെങ്ങനെയാണ് ഈ ബിറ്റ് സെറ്റ് ആകുന്നത്, ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനിത് ഒന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ഈ ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇത് നമ്മൾ നോക്കുമ്പം ഇവിടെ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ വേണം. ഓക്കെ, ഇവിടെ ഒരു ഓർ ഓപ്പറേഷൻ ഉണ്ട്. ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈ ഓർ ഓപ്പറേഷൻ ഉണ്ട്. ബിറ്റ് വൈസ് ഓർ ആണ് ഇതെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, ഇത് ഇവിടെ ഒരു ഓർ ഓപ്പറേഷൻ ഉണ്ട്, അതും ബിറ്റ് വൈസ് ഓറാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഈ ബിറ്റ് വൈസ് ഓറും ലോജിക്കൽ ഓറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മുമ്പേ ആംപർസെൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സിംഗിൾ ആംപർസെൻ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബിറ്റ് വൈസ് ആംപർസെൻ്റ് ആയിരിക്കും. 2 ആംപർസെൻ്റ് ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ലോജിക്കൽ ആംപർസെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സിംഗിൾ ആംപർസെൻ്റ് അല്ലെ സിംഗിൾ ഓർ ആണെങ്കിൽ അത് ബിറ്റ് വൈസും, ഡബിൾ ഓർ ആണെങ്കിൽ അല്ലെ ഇത് കൂട്ട് 2 വരകൾ ഉണ്ടെങ്കിൽ അത് ലോജിക്കൽ ഓർ ആയിരിക്കും എന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. പോർട്ട് എ ഈക്വൽ ടു പോർട്ട് എ ഓർ ഈ ഇത്രയും കാര്യങ്ങൾ. ഇത് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ സാധിക്കും. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഇതിനെ മാറ്റിയാൽ നമുക്ക് പോർട്ട് എ ഈക്വൽ ടു പോർട്ട് എ ഇങ്ങനെ 2 തവണ ഇങ്ങനെ പോർട്ട് എ എന്ന് എഴുതുന്നതിന് പകരമാണ് നമ്മൾ ഓർ ഈക്വൽ ടു എന്ന് എഴുതുന്നത്. അത് സി പ്രോഗ്രാം ചെയ്യുമ്പോൾ സി പ്രോഗ്രാമിനുള്ളിലുള്ള ഒരു ടെക്നിക്കാണ് ഇങ്ങനെ ഓർ ഈക്വൽ ടു എന്ന് വെച്ച് എഴുതുന്നത്. പക്ഷേ ഇങ്ങനെ ഓർ ഈക്വൽ ടു കണ്ടാൽ, അല്ലെ ഒരു ഓപ്പറേറ്ററും ഈ ഈക്വൽ ടു സിമ്പലും കൂടെ ഒരുമിച്ച് കണ്ടാൽ അത് ഇങ്ങനെയായിരിക്കും വരിക, ഈ രീതിയിലായിരിക്കും അത് വരിക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ പോർട്ട് എ ഈക്വൽ ടു പോർട്ട് എ ഓർ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇപ്പം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ ഇത് ബ്രാക്കറ്റിനുള്ളിലാണ് കിടക്കുന്നത്. അപ്പം ബ്രാക്കറ്റിനുള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റിലെ കാര്യം ആദ്യം സംഭവിക്കുക. അപ്പോൾ ഇവിടെ 2 എണ്ണമാണ് ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റിലുള്ള ഇതുകൊണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ആദ്യം സംഭവിക്കുക. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എന്നാലും നമുക്ക് ഒന്നും കൂടെ നോക്കാം. 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PA1 ഇങ്ങനെ എഴുതിയാൽ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും?
ഇപ്പം 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 7 സീറോയും ഒരു 1ഉം. ഓക്കെ, ഇങ്ങനെയാണ് 1 എന്ന് നമ്മൾ വെറുതെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇങ്ങനെ കാണണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് ലെഫ്റ്റ് ഷിഫ്റ്റ് PA1 ഇങ്ങനെ എഴുതുന്നതിന് തുല്യമാണത്. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതിന് തുല്യമാണത്. അപ്പോൾ ഈ PA1 എന്ന് പറയുന്നതിന് ഒരു വാല്യൂ ഉണ്ട്. ഈ PA1ന് ഒരു വാല്യൂ എന്ന് പറയുന്നത്, ഈ വാല്യൂ എന്ന് പറയുന്നത് AVR/IO.h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയൽ, നമ്മൾ ഏത് പ്രോഗ്രാം ഉണ്ടാക്കിയാലും അതിനുള്ള AVR/IO.h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലുണ്ട്. ഈ ഹെഡർ ഫയലിനുള്ളിൽ അത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. PA1 എന്നുള്ളതിന് പകരം PA1 എന്നുള്ളതിന് പകരം നമുക്കിങ്ങനെ എഴുതാം 0 0 0 0 1 ലെഫ്റ്റ് ഷിഫ്റ്റ്. PA1ന് പകരം അവിടെ 1 ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PA1 എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ, ഈ ഒരു വാല്യൂവിനെ ഒരു തവണ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആയിരിക്കും അവിടെ വരിക. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? ഔട്ട്പുട്ട് കിട്ടുന്നത് 0 0 1 0 ഇങ്ങനെയായിരിക്കും നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PA1 എന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ, ഈ 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PA1 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ വാല്യൂവിന് പകരം നമുക്ക് എന്താ കിട്ടുക? ഈ വാല്യൂ ആയിരിക്കും അവിടെ ഉണ്ടാകുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. അതേതാണ്? 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PA5 എന്ന് പറഞ്ഞാൽ 5 തവണ ഈ 1നെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് 1 2 3 4 5 ഈ വാല്യൂ നമുക്ക് 1 ആയിട്ട് കിട്ടും. അത് നമുക്കിവിടെ ഒന്ന് എഴുതി വെക്കാം. അപ്പം 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PA5 ഇത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കിവിടെ എഴുതി വെക്കാം. ഇതിൻ്റെ താഴെ തന്നെ എഴുതിയാൽ 0 0 0 0 സോറി, അഞ്ചാമത്തേതെന്ന് പറയുമ്പോൾ 1 2 3 4 5 ഇത് 1 ആയിരിക്കും. ഇത് 1 ആവും, 0 ആവും, 0 ആവും, 0 ആവും, ഇത് 0 ആവും, ഇതും 0 ആയിരിക്കും. ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് 1 മാത്രമേ ഷിഫ്റ്റ് ചെയ്യൂ, ഇടതുവശത്തെ വലത് സൈഡിലേക്ക് അപ്പം ബാക്കിയുള്ളതെല്ലാം 0 ആയും മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഈ രീതിയിലായിട്ടും അപ്പം 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PA1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PA5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിനെയും കൂടെ വേണ്ട, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ പരിഗണിച്ചാൽ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് പരിഗണിച്ചാൽ എന്താ സംഭവിക്കുക? ഈ ഒരു ഓപ്പറേഷൻ അല്ല ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കൊരു ഓർ ഓപ്പറേഷനുണ്ട്. ഇത് രണ്ടും കൂടെ, ഈ രണ്ട് വാല്യൂവും കൂടെ ഓർ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് അത് ഓർ ചെയ്യാം. ഓർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിറ്റ് വൈസ് ഓറാണ്. ഇതിന് പറയുന്നതാണ് ബിറ്റ് വൈസ് ഓർ ചെയ്യുക. ബിറ്റ് വൈസ് ഓർ ചെയ്യുക, ഇത് രണ്ടും കൂടെ ബിറ്റ് വൈസ് ഓർ ചെയ്യുക. ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ ബിറ്റ് വൈസ് ഓർ ചെയ്യുന്നു. അപ്പം നമുക്ക് ഇടത് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പം ഓരോ ബിറ്റ് ബൈ ബിറ്റായിട്ട് പരിഗണിക്കുക. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഓർ ഓപ്പറേറ്ററാണ്. ഈ എങ്ങനെയാണ് ഈ ബിറ്റ് ഓപ്പറേഷൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ട് നമ്മൾ ഡിജിറ്റലി പഠിച്ചിട്ടുള്ള ഓർ ഗേറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ട്രൂത്ത് ടേബിൾ തന്നെയാണ് അത് വരുന്നത്. ഇപ്പം കാണിക്കാം. ഇപ്പോൾ ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഓർ ഗേറ്റ് 2 0 വന്നാൽ 0 വരും. ഏതെങ്കിലും ഒരു പിന്ന് 0 1 1 1 0 1 1 1 1 ഏതെങ്കിലും ഒരു പിന്ന് 1 ആയിട്ടുണ്ടെങ്കിൽ
ഔട്ട്പുട്ട് നമുക്ക് 1 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ഓർ ഗേറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണോ അത് തന്നെയാണ് അവിടെ ആ ഓർ എന്ന് പറയുന്നത്. ബിറ്റ് വൈസ് ഓർ കൊടുത്താലും നമുക്ക് വരിക. അപ്പോൾ അത് നമുക്കിവിടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 0 വന്നു, 0 വന്നു. ഓക്കെ, ഇവിടെ ഈ 2 ബിറ്റ് മാത്രം പരിഗണിക്കുക, ഈ 2 ബിറ്റ്. ഓക്കെ, ഈ 2 ബിറ്റ് പരിഗണിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടണ്ടേ? ഇവിടെ ഒരു 0 കിട്ടണം. ഓക്കെ, ഇനി 1ഉം 0യും വന്നു. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടണം? ഇവിടെ ഒരു 1 കിട്ടണം. ഓക്കെ, 1 0 1. ബാക്കി ഇത് 0 ആയിരിക്കും, ഇതും 0 ആയിരിക്കും, ഇതും 0 ആയിരിക്കും, ഇതും ഇവിടെ 1 വരണം. കാരണം ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. അതുകൊണ്ട് ഇവിടെ 1 വരണം. ഇത് 0 വരും, ഇവിടെയും 0 വരും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ്റെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യാം. ഈ 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PA5, 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PA1, പിന്നെ നടുക്കൊരു ഓർ. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പം നമുക്ക് കിട്ടിയ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഈ വാല്യൂ ആയിരിക്കും കിട്ടുക. ഓക്കെ, അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം നമുക്ക് നമ്മുടെ ഇൻസ്ട്രക്ഷനെ എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ പോർട്ട് A ഈക്വൽ ടു പോർട്ട് A ഈക്വൽ ടു പോർട്ട് A ഓർ 0 0 1 0 0 0 1 0. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഓർ സിമ്പലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഓർ സിമ്പലാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ഇനിഷ്യലി ഈ പോർട്ട് എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിൽ ഒരു വാല്യൂ ഉണ്ടായിരുന്നതായിട്ട് പരിഗണിക്കുക. ഓക്കെ, അപ്പം പോർട്ട് എയിലെ ഒരു വാല്യൂ നമുക്കിങ്ങനെ കൊടുക്കാം. ഒരു ഇനിഷ്യൽ വാല്യൂ നമ്മൾ പോർട്ട് എയിൽ സെറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ 2 പിന്നുകളെ നമ്മൾ 0 ആയിട്ട് പരിഗണിച്ചാൽ മതി. ബാക്കി ഇതിൻ്റെ ഇടയ്ക്കത്തുള്ള ഒരു ബിറ്റും ഈ അറ്റത്തുള്ള ഒരു ബിറ്റും നമുക്ക് 1 ആക്കി പരിഗണിക്കാം, പോർട്ട് എയിലെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം പോർട്ട് എയിലെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒരു 1 0 0 1 0 0 1 0 0 0 ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം ഇത് നമുക്ക് അറിയാം, ഇത് 1 2 3, രണ്ടാമത്തെ പിന്ന് ഇവിടെ ഹൈ ആണ്, 3 4 5 6. ഇപ്പോൾ 1 മുതൽ തുടങ്ങിയ, അല്ലെ 0 മുതൽ തുടങ്ങിയ 0th ബിറ്റ് 1th ഇവിടെ 1 ആണ്, ഒന്നാമത്തെ ബിറ്റ് 1 ആണ്, 5ാമത്തെ ബിറ്റ് ഇവിടെ 1 ആണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 1 2 3 മൂന്നാമത്തെ ഇതാണ് 1 ആയിട്ട് കിടക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ലാസ്റ്റ് 7ാമത്തെ ബിറ്റും ഹൈ ആണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതി കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ബിറ്റ് 2ഉം ഹൈ ആയി തന്നെ തുടരണം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ബിറ്റ് ഏതാ? ഈ 2 ബിറ്റാണ്, 5ാമത്തെയും 1ാമത്തെയും. ഈ 2 ബിറ്റ് ഹൈ ആകുകയും വേണം. എന്നാൽ ഈ ബിറ്റുകൾക്കൊന്നും ഒരു മാറ്റവും സംഭവിക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ എഴുതുന്നത്. അപ്പോൾ ഈ പോർട്ട് എയുമായിട്ട് നമുക്ക് ഈ ഒരു ബിറ്റിനെ ഈ ഒരു ഡാറ്റയെ നമ്മൾ ഓർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ എഴുതിയ സമയം പോർട്ട് എയിൽ നിലവിലുള്ള ഇനിഷ്യൽ വാല്യൂ ഇതാണ്. ആ ഇനിഷ്യൽ വാല്യൂവുമായി ഈ വാല്യൂ ഓർ ചെയ്യുന്നു, ബിറ്റ് വൈസ് ഓർ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ കിട്ടുന്ന റിസൾട്ട് വീണ്ടും പോർട്ട് എയിലേക്ക് തന്നെ നമ്മൾ ലോഡ് ചെയ്യുന്നു. പോർട്ട് എയിലേക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? പോർട്ട് എയിലെ വാല്യൂ മാറുന്നു. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആ പോർട്ട് എയിലെ വാല്യൂ മാറുന്നു. അത് മാറുന്ന സമയത്ത് തന്നെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, അതിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പിനൊന്നും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുമില്ല. നമുക്ക് ആവശ്യമുള്ള രീതിയിലാണ് നമ്മളതിനെ മാറ്റി എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്, ഇനിഷ്യൽ വാല്യൂ ഇതാണ്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു വാല്യൂവും കൂടെ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇതിൻ്റെ അവസാനം ഒരു 0യും കൂടി ഇടണം.
ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ വാല്യൂ. അപ്പോൾ ഇത് എല്ലാം തമ്മിൽ ഓർ ചെയ്യാണ് വേണ്ടത്. ഇതും ബിറ്റ് വൈസ് ഓറാണ് എന്നുള്ള കാര്യം നമ്മളിവിടെ ഓർക്കുക. ബിറ്റ് വൈസ് ഓർ. ഓക്കെ. ബിറ്റ് വൈസ് ഓർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ ഓരോ ബിറ്റ് ബൈ ബിറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ബിറ്റ് വൈസ് ഓർ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ത് വരും? ഇപ്പം 0യും 0യും അവിടെ നമുക്ക് 0 തന്നെയാണ് കിട്ടുക. 0യും 1ഉം കൂടെ വന്നാൽ 1 വരണം, കാരണം ഓർ ഓപ്പറേഷനാണ്. ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഓർ 1 തന്നെ വരണം. രണ്ടും 0 ആണ്, അതുകൊണ്ട് ഇവിടെ 0 വന്നു. ഇവിടെയും 0 വന്നു. ഇവിടെ 1 വരണം. ഇതും 1 വരണം. ഇതും 0 വന്നു. ഇതും 1 വന്നു. ഓക്കെ. ഇതാണ് നമുക്ക് പോർട്ട് എയിലെ ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ഇതെല്ലാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ വാല്യൂ ആയിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഈ രീതിയിലാണ് എന്താ പറയുക, ആ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ പോർട്ട് എയിലെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെയായി. എങ്ങനെ? എപ്പോൾ ഈ പോർട്ട് എയിലെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ, ഇതാണ് ഇനിഷ്യൽ വാല്യൂ. ആ ഇനിഷ്യൽ വാല്യൂ ഇതാണെങ്കിൽ പോർട്ട് എയിലെ വാല്യൂ ഇങ്ങനെയായി മാറി. അപ്പോൾ നമുക്ക് വേണ്ടി വരുന്ന PA5ഉം PA1ഉം ബിറ്റുകൾ നമ്മളിവിടെ സെറ്റാക്കി. ഇപ്പോൾ PA5 ഇതാണ് PA1, ഇത് രണ്ടും ബിറ്റ് സെറ്റാക്കി. അത് സെറ്റാക്കിയപ്പം ഒരു കാര്യമുണ്ട്, ഇവിടെ PA4ഉം PA7ഉം ഇവിടെ സെറ്റായിരുന്നു നേരത്തെ. അതിനൊരു മാറ്റവും വരുത്താതെ തന്നെ നമുക്ക് ആവശ്യമായ ബിറ്റുകൾ മാത്രമായിട്ട് സെറ്റാക്കി. അതാണ് ഈ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഇൻസ്ട്രക്ഷൻ എഴുതി കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ക്ലിയർ ആകുന്ന ഇൻസ്ട്രക്ഷൻ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊന്ന് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് അത് എത്രമാത്രം മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ക്ലിയർ ആകുന്ന കാര്യവും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഓക്കെ. അപ്പം ഇത് സെറ്റാക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പം പിന്നെ ആംപർസെൻ്റ് 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PA1 എന്ന് പറഞ്ഞു. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പം നിങ്ങൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് നോക്കുന്നത്? ഓക്കെ. ഈ 3 കാര്യങ്ങൾ, ഈ ആംപർസെൻ്റ് ഈക്വൽ ടു കോംപ്ലിമെൻ്റ് ഓഫ്, അത് ക്ലിയർ ചെയ്യാൻ, ഓർ ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ ബിറ്റിനെ സെറ്റ് ചെയ്യാൻ, പിന്നെ ആംപർസെൻ്റ് 1 ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ, പിന്നെ ആംപർസെൻ്റ് 1 ലെഫ്റ്റ് ഷിഫ്റ്റ് PA1. ഇവിടെ ഓർക്കുക, ഇവിടെ നമ്മൾ ഒരിടത്തേക്ക് അസൈൻ ചെയ്യുന്നൊന്നുമില്ല, ഈക്വൽ ടു സിമ്പിളൊന്നും ഒരിടത്ത് ഉപയോഗിക്കുന്നില്ലല്ലോ. ഈ ഒരു PA1 എന്ന് പറയുന്ന ആ ഒരു പിന്ന് സെറ്റായിട്ടുണ്ടോ എന്ന് നോക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നമ്മളെപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കണം. അത് നമ്മൾ ഒന്ന് കാണാതെ പഠിച്ചു വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. നോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 0 ആയോ എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ഞാനിപ്പം ഈ പറഞ്ഞ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു.